അങ്ങനെ ആ സൈക്കിളുകാരെല്ലാവരും അതിൻ്റെ അകത്ത് കയറി സംഭവം പയ്യെ ഇങ്ങനെ വട്ടം തിരിയാൻ തുടങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു. വട്ടം തിരിഞ്ഞ് 1-2 സ്റ്റെപ്പ് അത്രേ ഉള്ളൂ, അപ്പോഴത്തേക്കും നമ്മൾ അപ്പുറം എത്തും. പക്ഷെ നല്ല ഒഴുക്കൊക്കെ ഉള്ള പുഴയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതും ഒരു വൈകുന്നേര സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വലിയ വെയിലൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് ചൂടൊക്കെയുള്ള നല്ലൊരു അടിപൊളി കാലാവസ്ഥയും കൂടിയായിരുന്നു. ഈ സംഭവം ഇങ്ങനെ വട്ടം തിരിയുമ്പോഴത്തേക്കും അവിടുത്തെ വെള്ളമെല്ലാം കൂടെ കൂടി ഇങ്ങനെയൊക്കെ വന്നിട്ട് സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ഒന്ന് വട്ടം തിരിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അപ്പുറം എത്തി കേട്ടോ. കാരണം അത്ര അടുത്താണ്, ഒരു പാലമില്ലാത്തത് കൊണ്ടുള്ള ഒരു സംഭവമാണല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ബോട്ടയിലും വള്ളത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം ഈ പ്രൈവറ്റ് സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെയുള്ളതിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ ആയിട്ട്. എന്ത് തന്നെയായാലും നമ്മൾ ഈ നല്ലൊരു അടിപൊളി ചെറിയ പുഴ എന്ന് പറയാം, കാരണം അത്ര വലിപ്പമൊന്നുമില്ല, ആ ഒരു ചെറിയ പുഴ കടന്ന് നമ്മളിങ്ങോട്ട് ഇങ്ങേ കരയിലെത്തിയിട്ടോ. അവിടെ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളതായിരുന്നു അടുത്തൊരു സർപ്രൈസ്. അവിടെ നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കുളിക്കുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. കുളിക്കുന്നതല്ല, ആക്ച്വലി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതും അങ്ങനെയൊക്കെ കാണാം കേട്ടോ. നോക്കിക്കേ, വീണ്ടും ആൾക്കാരിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് വരുന്നതുണ്ടോ വെള്ളത്തിൽ കൂടെ. അപ്പോൾ എന്നായാലും നമ്മളും അതിൻ്റെ അങ്ങോട്ട് അക്കരയിലിറങ്ങി. അക്കരെ എത്തിയപ്പോൾ അവിടെ നമുക്ക് എത്താറായപ്പോൾ തന്നെ, എത്താറായെന്നല്ല, നമുക്ക് നേരത്തെ കാണാമല്ലോ, അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും ഈ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നാലും എപ്പോഴും കയറാൻ ആളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 പേരേ ഉള്ളൂ എങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകും കേട്ടോ. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, നല്ല ശാന്തമായിട്ടുള്ള ഒരാൾക്കാരും. എന്നായാലും ഈ പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവും കേട്ടോ, ഈ നമ്മൾ ഈ എല്ലാം പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒക്കെ. അപ്പം ഞാൻ ഈ പുഴയുടെ കരയിൽ വന്നിട്ട് താറാവിനെ കണ്ടില്ലല്ലോ, താറാവിനെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ 2-3 പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ താല്പര്യമില്ല, കാരണം ഈ താറാവിനെ കണ്ട് 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 നമ്മൾ മടുത്താണ്. എവിടെ ചെന്നാലും ഇവരാണല്ലോ ഉള്ളത്. മടുത്തൊന്നുമില്ല കേട്ടോ, എന്നാലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവർക്കൊക്കെ മുമ്പേ അങ്ങോട്ട് ഇറങ്ങി, കാരണം ഇവിടെ കുറേ സൈക്കിളുകാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ആ ഒരു ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് അവരെയൊക്കെ ഓടിച്ചിട്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ ഇറങ്ങി മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഇനി അങ്ങോട്ട് പോകാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരിക. അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പട്ടിയും കുട്ടിയും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങേക്കരയിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ റെസ്റ്റോറൻറ്റും ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു